ഇന്ന് നമ്മൾ ജനറൽ ഡിഫൻസിലെ നെക്സ്റ്റ് ഡിഫൻസ് ആയിട്ടുള്ള വിസ്മേജർ ഓർ ആക്ട് ഓഫ് ഗോഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ വിസ്മേജർ എന്ന് പറയുന്നത് അവിടെ ഒരു ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് നടന്നിട്ടുണ്ടാവില്ല, നാച്ചുറൽ ആയിട്ടുള്ളൊരു കോസാണ് സംഭവിച്ചിട്ടുണ്ടാവുക. മനുഷ്യൻ്റെ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. നാച്ചുറൽ ആയിട്ടുള്ളൊരു കോസ് അവിടെ സംഭവിച്ച് എല്ലാ നാശനഷ്ടങ്ങളും സംഭവിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള റെയിൻഫോള്, അതുപോലെ വെള്ളപ്പൊക്കം, ഭൂകമ്പം, എർത്ത് കേക്ക്, സ്റ്റോംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ ഡിഫൻസ് നമ്മൾ എടുക്കുക. ഇത് നമുക്കൊന്നും കൂടി കൂടുതലായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കേസ് ലോസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് കേസിലാണ് നിക്കോൾസ് വേഴ്സസ് മാർഷ്ലാൻഡ്. ഇതിൽ ഈ ഡിഫൻഡൻറ്റ് ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ തടാകം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ നല്ലൊരു ഹെവി റെയിൻഫോൾ ഉണ്ടാവുകയാണ്. ഈ നല്ല മഴ കാരണം ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ലേക്കൊക്കെ തകർന്ന് വീഴുകയാണ്. അങ്ങനെ ഇത് പ്ലെയിൻറ്റിഫിൻ്റെ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നു. അയാളുടെ കുറേ കാര്യങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെ ഈ പ്ലെയിൻറ്റിഫ് ചെന്ന് പരാതി പറയുമ്പോൾ കോടതി പറയും ഇത് വിസ്മേജർ ഓർ ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഈ ഡിഫൻസിൽ പെടുന്നതാണെന്ന്. കാരണം അവിടെ ഒരു ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ സംഭവിക്കുമെന്നൊന്നും ഈ ഡിഫൻഡൻറ്റിന് അറിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ഡിഫൻസ് ക്ലെയിം ചെയ്യാം. ഇതിൽ ഡിഫൻഡൻറ്റ് ലയബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കോടതി ഓർഡർ പാസ്സാക്കുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് കേസിലുമാണ് കല്ലുലാൽ വേഴ്സസ് ഹേംചന്ദ്. ഇതിൽ ഡിഫൻഡൻറ്റിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ വാള് മറിഞ്ഞ് വീഴാണ്. ഇങ്ങനെ ഇത് വീണിട്ട് പ്ലെയിൻറ്റിഫിൻ്റെ 2 കുട്ടികൾ മരിക്കുകയാണ്. ഈ വാള് മറിയാൻ കാരണം അവിടെ ഒരു റെയിൻഫോൾ ഉണ്ടായി. 2.66 ഇഞ്ചസ് ആണ് ഈ മഴയുടെ ഇതുണ്ടായിരുന്നത്. അങ്ങനെ ഈ മഴ കാരണം ഈ വോള് തകർന്നിട്ട് അയാളുടെ കുട്ടികൾ മരിക്കുന്നു. അപ്പോൾ ഈ പ്ലെയിൻറ്റിഫ് ചെന്ന് പരാതി കൊടുത്തപ്പോൾ ഡിഫൻഡൻറ്റ് ക്ലെയിം ചെയ്തത് ഇത് വിസ്മേജർ ആണ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ 2.66 ഇഞ്ചസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മഴയുടെ അളവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഈ കോടതി വിധിച്ചു ഇത് ജനറൽ ഡിഫൻസ് ആയിട്ടുള്ള ഈ വിസ്മേജർ ഓർ ആക്ട് ഓഫ് ഗോഡിൽ പെടില്ല. ഇതിൽ ഡിഫൻഡൻറ്റ് ലയബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് കോടതി ഇതിൻ്റെ ഓർഡർ പാസ് ചെയ്യുക.